ഒരുപാട് സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് ചോദിക്കുക ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ വാഹനം ഏതാണ്? കാരണം ഫാമിലി വരുമ്പോൾ അപ്പനും മക്കളും ഇനിയിപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ നമ്മളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അവരെയും കൂടെ കയറ്റിക്കൊണ്ട് ഒരു യാത്രയൊക്കെ പോകാൻ പറ്റുന്ന വാഹനങ്ങൾ ഏതാണ് പലരും ചോദിക്കാറുണ്ട്. കാരണം തുടക്കകാലത്ത് റോൾസ് റോയ്സിനും അതുപോലെ BMW ഹൈഡ്രോ ന്യൂമാറ്റിക് സസ്പെൻഷൻസ് കൊടുത്തിരുന്നത് സിട്രോൺ ആണ്. വേൾഡിൽ ആദ്യമായിട്ട് ഡിസ്ക് ബ്രേക്കുകൾ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിരുന്നത് സിട്രോൺ ആണ്. വേൾഡിൽ ആദ്യമായിട്ട് ഒരു ഫ്രണ്ട് എഞ്ചിൻ വാഹനം, നേരത്തെ വാഹനങ്ങളൊക്കെ റിയർ എഞ്ചിൻ ആയിരുന്നു, ഫ്രണ്ട് എഞ്ചിൻ വാഹനം കൊടുത്തിരിക്കുന്നത് സിട്രോൺ ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സീറ്റ് മടക്കുക എന്നുള്ളതല്ല കേട്ടോ, അത് എല്ലാ വാഹനങ്ങളിലും സീറ്റ് മടക്കാൻ പറ്റുമല്ലോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സീറ്റ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ്മേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ വിശേഷപ്പെട്ട ഒരു വാഹനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂസ് മലയാളത്തിൽ ഞാൻ എങ്ങും കണ്ടില്ല. ഒരുപക്ഷെ നമ്മുടെ ആയിരിക്കും ആദ്യത്തെ റിവ്യൂ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന വാഹനം എന്ന് പറഞ്ഞാൽ സിട്രോണിൻ്റെ ഏറ്റവും പുതിയ എയർക്രോസ് എക്സ് ആണ്. ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള 7 സീറ്റർ വാഹനമാണ് നമ്മുടെ ഈ ഒരു എയർക്രോസ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള വേർഷനാണ്, അതാണ് ഈ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് ചോദിക്കുക ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ വാഹനം ഏതാണ്? കാരണം ഫാമിലി വരുമ്പോൾ അപ്പനും മക്കളും ഇനിയിപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ നമ്മളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അവരെയും കൂടെ കയറ്റിക്കൊണ്ട് ഒരു യാത്രയൊക്കെ പോകാൻ പറ്റുന്ന വാഹനങ്ങൾ ഏതാണ് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ലെവലിലാണ് കേട്ടോ. അങ്ങനെ പറയും, നമുക്ക് കൂടുതലായിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നൊരു വാഹനം ഏർട്ടിഗ ആയിരിക്കും, അല്ലെങ്കിൽ ട്രൈബർ, അങ്ങനെയുള്ള വെഹിക്കിൾസ് മാത്രമായിരിക്കും ഒരു ഓപ്ഷനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് കൊടുക്കാനുണ്ടാവുക. പക്ഷേ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ബ്രാൻഡാണ് സിട്രോൺ എന്ന് പറയുന്നത്. അപ്പം സിട്രോണിൻ്റെ മികച്ച ഒരു അടിപൊളി വെഹിക്കിളാണ്, ഒരു 7 സീറ്റർ വെഹിക്കിളാണ് ഈ ഒരു എയർക്രോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള 7 സീറ്റ് ഫ്ലെക്സി ആയിട്ട് വരുന്നൊരു വാഹനമാണെന്നുള്ളതാണ്. പിന്നെ അതായത് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സീറ്റുകൾ നമുക്ക് സാധാരണ വാഹനങ്ങളുടെ എല്ലാം ബാക്ക് സീറ്റുകൾ നട്ടും ബോൾട്ടും ഇട്ട് ക്ലാമ്പ് ചെയ്യുമ്പം ഇതിൻ്റെ ഏറ്റവും ബാക്ക് റോ എന്ന് പറയുന്നത് നമുക്ക് ഊരിയെടുത്ത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. അതായത് ലഗേജിൻ്റെ സ്പേസ് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത് ഞാൻ ഒരു ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ലൈക്ക് പുറകുവശം കാണിക്കുന്ന സമയത്ത് ഞാനത് നിങ്ങളെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതൊരു മിഡ് സൈസ് ആയിട്ട് വരുന്ന ഒരു SUV ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വാഹനമാണ്. ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു ഡയമെൻഷനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 4 മീറ്റർ മുകളിലാണ്. 4323 മില്ലിമീറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. വീൽ ബേസ് നല്ല കൂടുതലാണ്, 2671 മില്ലിമീറ്റർ നമുക്ക് വീൽ ബേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ 200 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അകത്ത് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 7 സീറ്റർ ആയിട്ട് വരുന്ന വാഹനമാണ്. അപ്പം നമുക്ക് ഈ വാഹനത്തിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കാം. നമുക്ക് മെയിൻലി നമുക്ക് വാഹനം അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് നമുക്ക് 3 വേരിയൻസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. U പ്ലസ് മാക്സ്, അങ്ങനെ 3 വേരിയൻസിൽ നമുക്ക് ഈ വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ അതിൽ ഏറ്റവും മാക്സ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളത്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടാണ് ഈ മാക്സ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഇതല്ല, ഇതിൻ്റെ ബേസ് വേരിയൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 8.29 ലക്ഷമാണ് എക്സ്ഷോറൂം പ്രൈസ്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 10.21, അതായത് 10,21,000 രൂപയ്ക്ക് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് നമുക്ക് റോഡിലേക്ക് ഇറക്കാം. ഇത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. 16 ലക്ഷത്തോളം ഇതിൻ്റെ വില വരും. 16.18 ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഈ വാഹനം ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഈ ഒരു വാഹനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിട്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ കുറച്ച് വീഡിയോസിലെല്ലാം നമ്മൾ സിട്രോണിനെ കുറിച്ച് പറയുന്നുണ്ട്. 106 വർഷത്തോളം പാരമ്പര്യമുള്ള വേൾഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ, അല്ലെങ്കിൽ വേൾഡ് റാലി കാസിൻ്റെ ചാമ്പ്യൻഷിപ്പ് 8 തവണ കൺസ്ട്രക്ടേഴ്സിൻ്റെ അവാർഡ് മേടിച്ച ഒരു കമ്പനിയാണ് സിട്രോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൺസിക്യൂട്ടീവ്ലി 3 തവണ അവാർഡുകൾ നേടിയ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. കാരണം അത്രയും പ്രത്യേകത ഉള്ള ഒരു വാഹനമാണ് സിട്രോൺ എന്ന് പറയുന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് തൊട്ട് മുമ്പിലത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ ആയിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ നേരിട്ട് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സിലും കാര്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പം ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഇമ്പാക്റ്റ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു SUV സ്റ്റാൻസ് വരുന്നൊരു വാഹനമാണ്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയം നമുക്ക് ഇവിടെ സിട്രോണിൻ്റെ ലോഗോ നമുക്ക് ഇവിടെ കാണാം. ഇത് നമുക്കറിയാമല്ലോ, ഗിയർ ലിവറിൻ്റെ ഷെവറോൺസ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു എയർഡാമിൻ്റെ പൊസിഷൻസും ബമ്പർ ഏരിയ ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും.
ഈ ഒരു ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് LED ആയിട്ട് വരുന്ന പ്രൊജക്ടഡ് ഹെഡ് ലാംപ്സ് ആണ്. അതുപോലെ തന്നെ നമുക്കൊരു DRLs നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ ടോപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഫോഗ് ലാംപ്സ് അതും പ്രൊജക്ടറിലാണ് വരുന്നത്. ബേസിലേക്ക് വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല, ഹാലജൻ ആയിട്ടായിരിക്കും പൊതുവെ വരിക. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ വാഹനങ്ങൾക്കും ഇവരുടെ എല്ലാ വാഹനങ്ങളുടെയും ലുക്ക് ഇതുപോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സിട്രോണിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വാഹനങ്ങളുടെ യാത്രാസുഖമാണ് അത് അൺബീറ്റബിൾ ആണെന്ന് പറയാം. കാരണം പ്രത്യേകിച്ച് ഒരു മാജിക് കാർപ്പറ്റ് സസ്പെൻഷൻ റൈഡാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. നിങ്ങൾ ഏത് സിട്രോണിൻ്റെ വാഹനങ്ങളിൽ കയറിയെന്ന് പറഞ്ഞാൽ അത്രയും യാത്രാസുഖം ഉണ്ടായിരിക്കും. കാരണം തുടക്കകാലത്ത് റോൾസ് റോയ്സിനും അതുപോലെ BMW ഹൈഡ്രോ ന്യൂമാറ്റിക് സസ്പെൻഷൻസ് കൊടുത്തിരുന്നത് സിട്രോൺ ആണ്. വേൾഡിൽ ആദ്യമായിട്ട് ഡിസ്ക് ബ്രേക്കുകൾ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിരുന്നത് സിട്രോൺ ആണ്. വേൾഡിൽ ആദ്യമായിട്ട് ഒരു ഫ്രണ്ട് എഞ്ചിൻ വാഹനം, നേരത്തെ വാഹനങ്ങളൊക്കെ റിയർ എഞ്ചിൻ ആയിരുന്നു, ഫ്രണ്ട് എഞ്ചിൻ വാഹനം കൊടുത്തിരിക്കുന്നത് സിട്രോൺ ആണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസിലേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് 17 ഇഞ്ച് പ്രൊഫൈലുള്ള ടയർ സൈസാണ് വരുന്നത്. വേറെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ആയിട്ട് വരുന്ന ഒരു ഡയമണ്ട് കട്ട് അലോയ്സ് ആണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 എതിളുകളായിട്ട് നിൽക്കുന്ന ഒരു പൂവിൻ്റെ 4 എതിളുകൾ പോലെ നിൽക്കുന്ന ഒരു ഡയമണ്ട് കട്ട് അലോയ്സ് ആണ്. അതുപോലെ നമുക്ക് ഈ വാഹനത്തിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്ന സസ്പെൻഷൻ മക്ഫേഴ്സും സട്ടും കോയിൽ സ്പ്രിംഗ് ആണ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേന് ടിസ് ബീം ഒക്കെയാണ് ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത്. എന്താണെങ്കിലും നിങ്ങൾ ഈ വാഹനം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഓടിച്ചു നോക്കണം. ഇത്രയും യാത്രാസുഖം ഈ ഒരു റേഞ്ചിൽ ഈ ഒരു പ്രൈസിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു 7 സീറ്റർ കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ടയർസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ നമ്മൾ ഇനിയിപ്പം നമ്മൾ A പില്ലറിലേക്കും B പില്ലറിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇവിടെ എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്ത പോർഷൻസ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമ്മൾ ഈ മിറേഴ്സിലേക്ക് വരുന്ന സമയത്തേക്ക് ലൈക്ക് നമ്മൾ ഈ ഒരു വാഹനത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓട്ടോ അൺലോക്ക് ചെയ്യുന്ന ഒരു വാഹനമാണ്. നമ്മൾ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ വാഹനം അൺലോക്ക് ആകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഒരു ഏറ്റവും പുതിയ ടെക്നോളജിയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ ഒരു IRBM വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാണ്ട് മറന്നുപോയെന്ന് പറഞ്ഞാൽ എക്സ് വേരിയൻറ്റുകളിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ എയർക്രോസിൻ്റെ എക്സിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒരു 26,000 രൂപ അഡീഷണൽ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 360 ഡിഗ്രി ക്യാമറ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഈ വാഹനത്തിനകത്ത് ഫിക്സ് ചെയ്തിട്ടില്ല. നമുക്ക് ഇതിന് മുമ്പ് ഇറങ്ങിയിരിക്കുന്ന മറ്റേ ബസാൾട്ടിലും അതുപോലെ C3യിലും ഞാൻ ക്യാമറാസ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വാഹനത്തിൽ നമുക്ക് അത്തരത്തിലൊരു 360 ഡിഗ്രി ക്യാമറ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ഇതിൻ്റെ ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഇതിൻ്റെ കളേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതുപോലെ പറഞ്ഞു തരാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റീൽ ഗ്രേ എന്ന് പറഞ്ഞൊരു കളറാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പൊതുവേ 6 കളേഴ്സ് മോണോട്ടോൺ ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് കിട്ടും. അതുകൂടാതെ തന്നെ ഒരു 4 കളർ ഡ്യുവൽ ടോണിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഉടുപ്പും ഈ വാഹനത്തിൻ്റെ കളറൊക്കെ ഏകദേശം മാച്ചിങ് ആയതുകൊണ്ട് വിഷ്വലിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ റൂഫിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ ഒരു റൂഫ് റെയിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. പിന്നെ 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്കൊരു വാഹനത്തിനകത്തുണ്ട്. കാരണം ഇതൊരു SUV ഒരു മിഡ് സൈസ് SUV ആയതുകൊണ്ട് SUVയുടെ ചില ഗുണഗണങ്ങളൊക്കെ നമുക്ക് ഈ വാഹനം കാണിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്യാവശ്യം നമുക്ക് 200 എന്ന് പറയുന്നത് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പം ഇനി നമുക്ക് ഫ്യൂവൽ ടാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു പെട്രോൾ വാഹനമാണ്, പെട്രോൾ എഞ്ചിനാണ്. എഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. 1.2 ലിറ്ററിൻ്റെ എഞ്ചിനാണ് വരുന്നത്. നമുക്ക് ആ ശരിക്കും ഫ്രണ്ട് നിങ്ങളെ എഞ്ചിൻ കാണിച്ചുകൊണ്ട് ഞാനത് പറയാം. 45 ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സിട്രോൺ വാഹനങ്ങളുടെ ഒരു ബാക്ക് പ്രൊഫൈൽ വളരെ യൂണീക്കാണ്. ശരിക്കും വളരെ ഭംഗിയായിട്ടാണ് അതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് പറഞ്ഞാൽ ഒരു 3D ഷേപ്പിൽ വരുന്ന ഈ ഒരു ലൈറ്റ്സ് തന്നെയാണ് കേട്ടോ. ടെയിൽ ലാമ്പിൻ്റെ ക്ലസ്റ്റർ തന്നെയാണ്. 2 വശത്തു നിന്നുള്ള വ്യൂസ് പിന്നെ അതിൻ്റെ ഒരു ഡിസൈനൊക്കെ വളരെ നന്നായിട്ട് തന്നെ അതിന് ഇണങ്ങുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഷാർഫിൻ ആൻഡ് നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സ്പോയിലർ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ ഡീഫോഗർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വൈപ്പർ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഗ്ലാസ് ഏരിയയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൽ വരുന്ന ഒരു ഡിസൈൻ എലമെൻറ്റ്സും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സിട്രോണിൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ എയർക്രോസ് എക്സ് എന്ന് പറഞ്ഞൊരു അടിപൊളി ബാഡ്ജിങ് കേട്ടോ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട നല്ല വലുപ്പത്തിലുള്ളൊരു ബാഡ്ജിങ്. വീതിയേറിയ ബമ്പേഴ്സാണ്. അതുപോലെ തന്നെ നമുക്ക് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. റിഫ്ലക്റ്റേഴ്സും ഒക്കെ ഉണ്ട്. അതിന് ഒരു ഡ്യുവൽ കളറിലാണ് വന്നിരിക്കുന്നത്. നല്ലതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ടോൺ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ കാണുമെന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനിയാണ് നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 7 സീറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് വളരെ കുറവാണ്. ഒന്നും വെക്കാനൊന്നും ഇല്ല. ഒരു 44 ലിറ്റർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. വല്ല കുടയോ വല്ലതും വെക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സീറ്റ് മടക്കുക എന്നുള്ളതല്ല കേട്ടോ. അത് എല്ലാ വാഹനങ്ങളിലും സീറ്റ് മടക്കാൻ പറ്റുമല്ലോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സീറ്റ്
നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ബാക്കിലെ 2 സീറ്റുകളും നമുക്ക് ഊരിയെടുത്ത് മാറ്റി വയ്ക്കാണ്ട് പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് എന്തുമാത്രം സ്പേസ് ഉണ്ടെന്ന് നോക്കി, ഏതായാലും 500 ലിറ്റേഴ്സോളം നമുക്ക് സ്പേസ് നമുക്ക് കിട്ടും. അതുപോലെ ആ സീറ്റുകൾ, അതായത് നമുക്ക് സെക്കൻഡ് റോ സീറ്റുകൾ നമുക്ക് മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് 60-40 ആണ് വരുന്നത്. അത് മറിച്ചിട്ട് കഴിഞ്ഞാൽ 800+ ലിറ്റേഴ്സിലേക്ക് നമുക്ക് ബൂട്ട് സ്പേസ് കൂടുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു കൺവീനിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സീറ്റ്സ് നമുക്ക് 2 സീറ്റുകൾ നമുക്ക് അഴിച്ച് മാറ്റാനായിട്ട് നമുക്ക് പറ്റും. അതാണ് ഫ്ലെക്സി സീറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വാഹനത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ വാഹനം അൺലോക്ക് ആയിരിക്കുന്നത് കണ്ടോ. ഇതാണ് പാസീവ് കീലെസ് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നി. കാരണം ഓൾറെഡി നമ്മൾ വിൻസറിൽ ഇത്തരത്തിലുള്ള ഒരു ടെക്നോളജി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വാഹനത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇതുപോലെ ഡോർ അൺലോക്ക് ആകുന്ന ഒരു പരിപാടി, അതുപോലെ ഈ മിറേഴ്സ് ഓപ്പൺ ആവും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കാം. വളരെ അടിപൊളി ഇൻറ്റീരിയേഴ്സ് ആണ് കേട്ടോ. വളരെ ഫ്ലഷ് ആയിട്ട് വരുന്ന ഇൻറ്റീരിയേഴ്സ് ആണ്. എടുത്ത് പറയേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞാൽ സീറ്റ്സിൻ്റെ കളർ അല്ലെങ്കിൽ ഇൻറ്റീരിയർ തീം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരു ബ്ലാക്കും ബ്രൗണിൻ്റെ ഒരു കോമ്പിനേഷൻസ് ആണ്. സീറ്റൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കുകയാണ്. ചോക്ലേറ്റ് ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത്. അതിനകത്ത് തന്നെ 2 ടോണിലാണ് വന്നിരിക്കുന്നത്. സീറ്റ്സ് ആണെങ്കിൽ അത്യാവശ്യം വലിയ സീറ്റുകളാണ് കേട്ടോ. അത്യാവശ്യം നല്ല വീതിയുള്ള സീറ്റുകളാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ 2 സീറ്റുകളും വെന്റിലേറ്റഡ് ആണ്. അതുപോലെ പെർഫറേറ്റഡ് ആയിട്ടാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ലെതറായിട്ടാണ് സീറ്റ് വന്നിരിക്കുന്നത്. പിന്നെ സീറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ പറയുകയാണെങ്കിൽ മാനുവൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡോർ പാനലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒരു ലെതറേറ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ടച്ച് ആയിട്ട് വരുന്ന ലെതേഴ്സാണ്. അതുപോലെ നമുക്കിവിടെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് നമുക്കിവിടെ കാണാം. മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ 4 വിൻഡോസും പവർ വിൻഡോസാണ്. ഇവിടെയൊക്കെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ കാണാം. നമുക്ക് വാഹനത്തിനകത്ത് മൊത്തം നമുക്ക് 6 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതായത് 4 സ്പീക്കറും 2 ട്യൂട്ടറുമാണ്. ട്യൂട്ടറൊക്കെ ആ A പില്ലറിലാണ്. അകത്തേക്ക് കയറുന്ന സമയത്തേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അകത്തേക്കുള്ള പെട്ടെന്നുള്ള ഒരു നോട്ടത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു അകത്ത് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ 1-2 ഭാഗങ്ങൾ കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വരുന്ന ഈ ഒരു റൈറ്റ് സൈഡിലാണ്. അതുകൊണ്ട് AC-യുടെ വെൻറ്റ് നമുക്ക് ഇവിടെ കാണാം. അവിടെയൊക്കെ ഒരു ഗോൾഡൻ സ്റ്റാൻഡ്സ് ഉണ്ട് കേട്ടോ. അത് ഡാഷ്ബോർഡിനകത്ത് വരുന്ന ഒരു അടിപൊളി ഒരു ഡിസൈൻ എലമെൻ്റ് ആണ്. കാരണം ഈ ഒരു വാഹനത്തിന് ഒരു ഭയങ്കര പ്രീമിയം ഫീലാണ് അങ്ങനത്തിലുള്ള ഒരു ഡിസൈൻസ് തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗും ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ അകത്ത് കയറുന്നത് കാണാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ സിട്രോൺ വാഹനങ്ങളിലും കാണുന്ന അതേ സെയിം ടൈപ്പ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഒരു ചെറിയ ഫ്ലാറ്റ് ബോട്ടം ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് മീഡിയ കൺട്രോൾസും അതുപോലെ നമുക്ക് ഹാൻഡ് ഫ്രീ ആക്സസ് കൺട്രോൾസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു വാഹനത്തിലേക്ക് വന്നപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ലിമിറ്റർ അതുപോലെ ക്രൂയിസ് കൺട്രോളിൻ്റെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ സ്വിച്ചസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനൊരു മനോഹരമായിട്ടുള്ള ലെതറേറ്റ് ആയിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ഡാഷ്ബോർഡ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഈ ഒരു ഇങ്ങനെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ്. 10.25 ഇഞ്ചിൻ്റെ ഒരു അടിപൊളി TFT കളേർഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് മൈ സിട്രോൺ എന്ന് പറഞ്ഞ ആപ്പ് കണക്റ്റഡ് ആണ്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ ആപ്പിൾ കാർപ്ലേ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാണ്ട് നമുക്ക് പറ്റും. ഇതിനകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് പുതുതായിട്ടുള്ള ഒരു AI അസിസ്റ്റൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇവരൊരു കോ പൈലറ്റ് എന്നാണ് അല്ലെങ്കിൽ കോ ഡ്രൈവർ എന്നാണ് ഇവർ പറയുന്നത്. ക്യാര എന്ന് പറഞ്ഞ പേരിൽ ഒരു സംവിധാനം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വാഹനത്തോട് സംസാരിച്ച് മിണ്ടിയും പറഞ്ഞും പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് വാഹനം നമ്മുടെ ഒരു അസിസ്റ്റൻറ്റിനെ പോലെ പ്രവർത്തിക്കും. കാരണം 52ഓളം ലാംഗ്വേജിലാണ്. ഇതിനകത്ത് മലയാളത്തിൽ വരെ സംസാരിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഇത് കോൺഫിഗർ ചെയ്തിട്ടില്ല. കാരണം ഇത് ഈ ഒരു വാഹനം ഒരു സിമ്മൊക്കെ ഇട്ട് കോൺഫിഗർ ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഫീച്ചർ നമുക്ക് അക്സസിബിൾ ആയിട്ട് കിട്ടുകയുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഞെട്ടിക്കുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയറൊക്കെ അത് പഠിക്കുകയും നമ്മുടെ മൂഡിനനുസരിച്ച് നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ക്യാര എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ദീർഘദൂരമൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെയാണെങ്കിൽ നമുക്ക് ആരോടും മിണ്ടിയും പറഞ്ഞു പോകാം. അത് മാത്രമല്ല ഇപ്പം നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഫ്യൂൽ സ്റ്റേഷൻ എവിടെയാണ് അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു തുണിക്കട എവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇതിനൊക്കെ പുറം വേറൊരു കാര്യം, ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ മകൻ്റെയോ അല്ലെങ്കിൽ വൈഫിൻ്റെ ഒരു ബർത്ത്ഡേ ഒക്കെയാണ്. അപ്പോൾ വീട്ടിൽ ചെല്ലുന്ന ഒരു 5 മിനിറ്റ് മുമ്പ് നമുക്കൊരു കേക്ക് മേടിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ ഓർപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരോട് പറഞ്ഞാൽ മതി. ക്യാര നമുക്കത് കൃത്യമായിട്ട് വാഹനം വീട്ടിലെത്തുന്നതിന് മുമ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാരണം മാപ്പ് വെച്ച് നോക്കി അവിടെ വരെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മളോട് പറയും ഇതുപോലെ ബർത്ത്ഡേക്ക് വേണ്ടി കേക്ക് മേടിക്കണമെന്ന് ഓർപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു പറയും. അപ്പോൾ എന്ത് നല്ല ഫീച്ചേഴ്സൊക്കെയാണ് അല്ലേ. അതുപോലെ വാഹനം ഒരു ആക്സിഡൻറ്റ് ആയി കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഒരു SOS സിഗ്നൽസ് ഒക്കെ ഓൾറെഡി അയച്ച് നമ്മളെ രക്ഷിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യും. അപ്പം ഭയങ്കര നല്ല ഫീച്ചേഴ്സാണ് ഈ ക്യാര എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു വാഹനത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു പ്രത്യേകതയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഡാഷ്ബോർഡ് ഏരിയയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് ലെതറായിട്ടാണ് വരുന്നത്. പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ട ഈ ഗോൾഡൻ സ്റ്റാൻസസ് ഉണ്ട്. അവിടെ ഇവിടെ എല്ലാം ഒരു ഗോൾഡ് കളറിൽ വളരെ പ്രീമിയം ഫീൽ തരത്തക്ക രീതിയിലാണ്. പ്രത്യേകിച്ച് AC-യുടെ ആ ഒരു വെൻറ്റിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ആ ഒരു ഗോൾഡൻ കളർ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അടുത്തതായിട്ട് വാഹനത്തിൻ്റെ ഒരു ക്ലസ്റ്ററാണ്. ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ 7 ഇഞ്ചിൻ്റെ കളർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് അവിടെ കാണാൻ പറ്റും. TPMS പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് AC-യിലേക്ക് വരാം. ഈ സിട്രോൺ വാഹനങ്ങളുടെ AC-യുടെ ഒരു പ്രത്യേകത പറയും. നമ്മൾ സാധാരണ നമ്മളെല്ലാ കാറുകളുടെ AC എന്നൊക്കെ പറഞ്ഞാൽ ഒരു 17 വരെയാണ് നമ്മുടെ AC-യുടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അല്ലേ.
ഇത് 13 ഡിഗ്രീസ് തണുപ്പിക്കുക. അതായത് എത്ര ചൂടാണെങ്കിലും നമുക്ക് വാഹനം അത്രയും തണുത്ത് കിട്ടും. ട്രോപ്പിക്കൽ എക്ലസ് ആയിട്ട് വരുന്ന AC ആണ്, അത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് വരുന്ന AC ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ കണ്ടോ തൊട്ട് മോളി 14 ആണ്, തൊട്ട് താഴെ വരെ ലോ ആണ്. അപ്പോൾ 13 ഡിഗ്രി തണുപ്പിലേക്ക് ഈ ക്യാബിനെ തണുപ്പിക്കാണ്ട് പറ്റും. അതുകൂടാതെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സും ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു റൈഡിംഗ് കംഫർട്ട് നോക്കി എത്ര ചൂടാണെങ്കിലും നമുക്ക് വാഹനം വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. പിന്നെ USB ഇൻപുട്ട് ഉണ്ട്, 12 വോൾട്ടിൻ്റെ ചാർജർ നമുക്ക് ഇവിടെ കാണാം. ഇത് കൂടാതെ ഒരു വയർലെസ് ചാർജിങ് പോർട്ട് ഉണ്ട്, നമുക്ക് ഫോൺ ഇവിടെ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ കീ വരുന്നത് ഇവിടെയാണ്, കീ വെക്കേണ്ട പ്ലേസും ഇവിടെയാണ്. ഓക്കെ, അപ്പം ആ ഇമ്മൊബിലൈസറിൻ്റെ ഒരു സെൻസറൊക്കെ എവിടെയാണ് വരുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഒരു ട്രാൻസ്മിഷനിലേക്ക് വരാം. നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്തൊക്കെ മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്, 6 സ്പീഡ് 80, 6 സ്പീഡ് മാനുവൽ. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ടോർക്ക് കൺവേർട്ടറായിട്ട് വരുന്ന ഒരു ട്രാൻസ്മിഷനാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ഏരിയയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കപ്പ് ഹോൾഡറായിട്ട് അത് മുറിക്കാം. ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഹാൻഡ് ബ്രേക്കുകൾ കാണാം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആംബ്രസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് വരും. അതും നമുക്ക് സ്ലൈറ്റ്ലി സ്ലൈഡബിൾ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഗ്ലൗ ബോക്സിലേക്ക് വരുവാണെങ്കിൽ ഈ വശത്താണെങ്കിൽ ഒരു ഗ്ലൗ ബോക്സ് വരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് റൂഫിലേക്ക് വരുന്ന സമയത്തേക്ക് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കണ്ണാടി നമുക്ക് കാണാം. അത് നമുക്കൊരു ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു IRBM ആണ്, അത് നമുക്ക് ഡേ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ റൂഫിലേക്ക് വരികയാണെങ്കിൽ 2 സൺവൈസേഴ്സ് ഉണ്ട്. 2 സൺവൈസേഴ്സിനകത്ത് നമ്മൾ നോർമലി ഉള്ള പോലെ ഈ ഒരു സൺവൈസറിനകത്ത് ഒരു കണ്ണാടി നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ മൂൺലൈറ്റ് കളേഴ്സിലുള്ള ഒരു ലൈറ്റ്, ഒരു റീഡിംഗ് ലാംപ്സ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ സൺറൂഫും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് ബാക്ക് റോയിലേക്ക് ഒന്ന് പോകാം. അതിന് മുമ്പ് നമുക്ക് സ്റ്റിയറിംഗിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്കിത് ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് ആയിട്ടാണ് ഈ ഒരു വാഹനത്തിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് പെട്ടെന്ന് കയ്യെത്തുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഓട്ടോ ഓൺ ഓഫ്, വാഹനത്തിന് എഞ്ചിൻ മറ്റും നമുക്ക് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് അത് സംവിധാനങ്ങളുണ്ട്. വിൻഡോ ലോക്കിയുള്ള സ്വിച്ചസ്, അതുപോലെ ലൈറ്റ്സ്, ഇൻ്റർണൽ ലൈറ്റ്സിൻ്റെ സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ലൈറ്റിൻ്റെ ഹെഡ്ലൈൻസിൻ്റെ കൺട്രോൾസും എല്ലാം ആ ഒരു വശത്തായിട്ട് നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയൊക്കെ ആണെങ്കിൽ ഒരു ആംബിയൻ മൂഡ് ലൈറ്റിംഗ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. പകലായതുകൊണ്ടാണ് നമ്മളിത് കാണാതെ. ഈ ഫുട്ബോളിലും നമുക്കൊരു ലൈറ്റിങ്സ് അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമായതുകൊണ്ട് ഈ വാഹനത്തിനകത്ത് ഒരു ഡെഡ് പെഡലും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കാല് വെച്ച് നമുക്ക് സഞ്ചരിച്ച് നമുക്ക് പോകേണ്ടി പറ്റും. അങ്ങനെ ഈ ഒരു ക്യാബിൻ ഏരിയ അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് റോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് റോ സീറ്റുകളിലേക്ക് കയറാം. സെക്കൻഡ് റോ സീറ്റുകളിലേക്ക് കയറാൻ കണ്ടോ, ലെഗ് സ്പേസ് കണ്ടോ, അടിപൊളി ലെഗ് സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ തൈ സപ്പോർട്ട്സ്, നമുക്ക് എക്സ്ട്രാ തൈ സപ്പോർട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് തുടയൊക്കെ അവിടെ മുട്ടി തന്നെ ഇരിക്കുന്നത് വളരെ കംഫർട്ടബിൾ ആണ്. ഹെഡ് റൂം ആണെങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂം ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീറ്റ്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഈ പെർഫറേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റാണ്, വെന്റിലേറ്റഡ് അല്ല, പക്ഷേ അടിപൊളി ലെതർ, നല്ല ക്വാളിറ്റിയുള്ള സീറ്റുകളാണ്. പിന്നെ നമുക്ക് ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്കിലായിട്ട് പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഇവിടെ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ AC ആണ്. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും AC ഒരു വലിയ പ്രോബ്ലമാണ്. അതിനുള്ള ഫീച്ചേഴ്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്കൊരു സെൻട്രൽ ടണലിൻ്റെ ബാക്കിലായിട്ട് തന്നെ AC-യുടെ വെൻറ്റുകൾ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് 2 ഫോണുകൾ ചാർജ് ചെയ്യാനായിട്ടുള്ള C-പോർട്ട് ചാർജേഴ്സിൻ്റെ ഫെസിലിറ്റിയും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് വളരെ സ്ലീക്കായിട്ടുള്ളൊരു സെൻട്രൽ ടണലാണ്. അപ്പോൾ നടുക്ക് ഇച്ചിരി ഒരു എന്താ പറയുക, കാൽനീളമുള്ളവർക്ക് നടുക്ക് ഇച്ചിരി പാടായിരിക്കും, കാരണം ഇതിങ്ങനെ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമുണ്ട് കേട്ടോ. ഇനി അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇത് ത്രീ റോ ആണല്ലോ വാഹനത്തിന്, 7 സീറ്ററായിട്ട് വരുന്നുണ്ട്. ബാക്കിലുള്ളവർക്ക് AC കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു ബ്ലോവർ സിസ്റ്റം വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഫാൻ സ്പീഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 2 വശത്തായിട്ട് വെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, അതുപോലെ ഓണാക്കണമെങ്കിൽ ഓണാക്കാം. അതുപോലെ ഇവിടെ കൂടെ ഒരു റീഡിംഗ് ലാംപ്സും ഈ ഒരു വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം സെക്കൻഡ് റോസ് നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഉള്ളത്. അപ്പം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ തേർഡ് റോ നോക്കാം. തേർഡ് റോയിലേക്ക് വരുന്ന സമയത്ത് പുറത്തുനിന്നൊക്കെയാണ് അകത്തുനിന്ന് കയറേണ്ടത്. ഞാനിപ്പോൾ പെട്ടെന്നൊരു സൗകര്യത്തിനുണ്ട്, ഇവിടെ ഒരു വള്ളി വലിച്ചാൽ മതി. ഈ സീറ്റുകൾ ഇങ്ങനെ ടംബിൾ ഡൗൺ ആയിട്ട് നമുക്ക് മടക്കി നമുക്ക് അതുവഴി കയറാനായിട്ട് വരും. ബാക്ക് റോ കുറച്ച് കൺജസ്റ്റഡ് ആണ്, കുട്ടികൾക്ക് വേണ്ടി മാത്രമേ പറ്റുള്ളൂ, കാരണം ലെഗ് സ്പേസും റൂമും ഒക്കെ കുറവാണ്. കുഞ്ഞു കുട്ടികൾ ഒരു 10 വയസ്സിന് താഴെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അതിനകത്ത് ഇരുത്തേണ്ടി വരും. ഇപ്പോൾ ഞാനൊരു സീറ്റ് മടക്കി വെച്ചിരിക്കുകയാണ്, നമ്മുടെ ഒരു ലഗേജോട് വെച്ചിരിക്കുകയാണ്. അതുപോലെ നമുക്ക് ആ ഒരു സീറ്റ് അതിന് ഹെഡ് റെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തീരെ മോശം എന്ന് പറയേണ്ട, കുട്ടികൾക്ക് ഭയങ്കര ആപ്റ്റായിരിക്കും. അതുപോലെ നമുക്കൊരു 3 കിലോ തൂക്കിയിടാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു കിറ്റ് എന്തെങ്കിലുമൊക്കെ തൂക്കിയിടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിപ്പം ഈ സീറ്റിൽ ആളിരിക്കുമ്പോഴല്ല, ഇത് ഫോൾഡ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും സാധനം കൊണ്ടുപോകുമ്പോഴേ പഴങ്ങളൊക്കെ ഉരുണ്ട് പോകാതിരിക്കാനായിട്ട് നമുക്ക് കവറിൽ നമുക്ക് തൂക്കിയിടാൻ നമുക്ക് സാധിക്കും. അതുപോലെ ഒരു ബോട്ടിൽ ഹോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ C-പോർട്ടിൻ്റെ ചാർജേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വാഹനത്തിൻ്റെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പം നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസ് പ്രധാനമായിട്ട് ഏറ്റവും ബേസ് വേരിയൻറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 82 PS എഞ്ചിനാണ് വരുന്നത്. പ്യോടെക് 82 എന്നാണ് എഞ്ചിൻ്റെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓൾറെഡി അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്, നല്ല പെർഫോമൻസ് ആണ്, അത്യാവശ്യം നല്ല മൈലേജ് ആണ്. അപ്പോൾ 82 PS ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ ഒരു ടോർക്ക് ഫിഗേഴ്സ് വരുന്നത് 115 Nm ടോർക്കാണ്.
അപ്പോൾ ശരാശരി ലൈക്ക് ബ്രാൻഡ് പറയുന്നത് ഒരു 18-19 കിലോമീറ്റർ ഒക്കെ മൈലേജ് ആണെങ്കിൽ നമുക്ക് ആവറേജ് ഓൺ റോഡ് ഒരു 16 കിലോമീറ്റർ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ തൊട്ട് മുകളിലേക്കുള്ള പ്ലസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടർബോ എഞ്ചിനും കൂടെ ഓഫർ ചെയ്യുന്നുണ്ട്. ടർബോയും അതുപോലെ നോൺ ടർബോയും ഉണ്ട്. ടർബോ എഞ്ചിനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് പ്യുവർടെക് 110 ആണ്, 110 PS. അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ വരുവാണെന്നുണ്ടെങ്കിൽ 190 Nm ടോർക്കും, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ 205 Nm ടോർക്കും ഡെലിവറി ചെയ്യും. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനത്തിലാണ് ഇരിക്കുന്നത്. മാക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് ടർബോ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. ആ ടർബോ എഞ്ചിനകത്ത് ഓട്ടോമാറ്റിക്കലി മാനുവലും കിട്ടും. മാനുവൽ ആണെങ്കിലും നമുക്ക് 6 സ്പീഡ് മാനുവലാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ ടോർക്ക് കൺവേർട്ടർ ആണ് 6 സ്പീഡാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു മൈലേജ് ശരാശരി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ടർബോയിലേക്ക് വരുമ്പോൾ ഒരു 13-14 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. പക്ഷേ നോൺ ടർബോയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം 16 കിട്ടുമെന്നാണ് യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് മാക്സ് ആണ്, ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. ഈ 110 PS ടർബോ എഞ്ചിനാണ് വരുന്നത്, 1.2 ലിറ്റർ വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം, ഒരു ഡ്രൈവ് നമുക്കൊരു കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയാം. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റൈഡാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇതൊരു ടോർക്ക് കൺവേർട്ടർ ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. കാരണം വെച്ചാൽ ഗിയർ ഷിഫ്റ്റുകളൊന്നും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. വളരെ സ്മൂത്തറായിട്ട് വാഹനം കയറി പോകുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. റോഡ് ഇച്ചിരി ടൈറ്റ് ആണ്, എന്നാലും നമുക്കൊന്ന് കാര്യം എടുത്ത് നോക്കാം. കണ്ടോ, വളരെ ഫാസ്റ്ററായിട്ട് തന്നെ വാഹനം മാനുവർ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളതാണ്. കൊള്ളാം, നല്ലൊരു ഫീലാണ് വാഹനം ഓടിക്കുമ്പം. അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഈ പറയുന്ന ഗിയർ ഷിഫ്റ്റുകളുടെ ഒന്നും പൊസിഷൻസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ലാത്തതുകൊണ്ടൊക്കെ വളരെ സ്മൂത്തറായിട്ടുള്ള ഒരു റൈഡ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാഹനം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി അതൊരു വലിയൊരു കൺസേൺ ആയിരിക്കുമല്ലോ. വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഭാരത് എൻക്യാപ്പിൽ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുന്ന വണ്ടിയാണ്. അതായത് അഡൽസിന് 5ഉം ചിൽഡ്രന് 4ഉം ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല. അതുകൂടാതെ തന്നെ വാഹനം അത്യാവശ്യം ബോഡിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ABS, EBD, ഹീൽ ഹോൾഡ് അസിസ്റ്റ്, എല്ലാ ട്രാക്ഷൻ കൺട്രോളുകൾ, ഐസോഫിക്സ് ചൈൽഡ് സീറ്റുകൾ, വീലുകളെല്ലാം ഡിസ്ക് ബ്രേക്കുകൾ, എല്ലാ വീലുകളും അല്ല കേട്ടോ, ഫ്രണ്ട് വീലുകൾ ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പം സേഫ്റ്റിയുടെ കാര്യത്തിലും യാതൊരു ഇഷ്യൂസും ഈ വാഹനത്തിന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ നല്ലതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സർവീസ് കോസ്റ്റ് വലിയൊരു കൺസേൺ ആയിരിക്കും. കാരണം എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ ഏറ്റവും ബേസ് വേരിയൻറ്റ് 10,21,000 രൂപയ്ക്ക് നമ്മൾ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ആൾക്കാർ നോക്കുന്നത് സർവീസ് കോസ്റ്റ് കുറഞ്ഞൊരു വണ്ടിയായിരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ പോലും ബേസിക്കലി ഈ ഒരു വാഹനത്തിൻ്റെ സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 5,000 ആണ്. ഒരു 3,500 തൊട്ട് 4,000 രൂപ വരെ എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം വളരെ അത് നോമിനലാണ്. അതുപോലെ തന്നെ 10,000 കിലോമീറ്റേഴ്സിനാണ് സർവീസ് വരുന്നത്. പിന്നെ വാറൻറ്റിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന് നമുക്ക് വാറൻറ്റി കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ 1 lakh കിലോമീറ്റർ അല്ലെങ്കിൽ 3 years ആണ് വാറൻറ്റി വരുന്നത്. അപ് ടു 7 years വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ബേസിക്കലി ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഇപ്പോൾ നല്ല ഹൈവേ കൂടെയാണ് ഓടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രം സിറ്റിക്കകത്തായതുകൊണ്ട് നമുക്ക് റഫ് റോഡൊന്നും കിട്ടിയില്ല. നമ്മുടെ സിറ്റിയൊക്കെ എത്രയോ പുരോഗമിച്ചിരിക്കുന്നു. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞാൽ ഔട്ടറിലേക്കൊക്കെ പോയാലുണ്ട്, പക്ഷേ അങ്ങോട്ട് പോകാനുള്ള ഒരു സമയം നമുക്കില്ല. പക്ഷെ എന്നാലും ഇതിന് മുമ്പ് നമ്മൾ ഓടിക്കുന്ന സമയത്തും ലൈക്ക് C3 ഒക്കെ ഓടിക്കുന്ന സമയത്തും അല്ലെങ്കിൽ C5 ഓടിക്കുന്ന സമയത്തൊക്കെ സസ്പെൻഷൻസ് ഒക്കെ അടിപൊളിയാണ്. ബേസിക്കലി ഈ വാഹനത്തിൻ്റെയും നല്ല അടിപൊളി സസ്പെൻഷനാണ്. നിങ്ങൾ എന്തായാലും ടെസ്റ്റ് എടുക്കണം. ചെറിയ കുഴികളും ഹമ്പുകളൊന്നും കാര്യമായിട്ട് നമ്മളെ ഉള്ളിലേക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. അത്യാവശ്യം നമുക്ക് പിന്നെ NVH ലെവൽസ് കുറവാണ്, പുറത്തിൻ്റെ വോയിസ് ഒന്നും കയറി വരുന്നില്ല. പിന്നെ എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ ഒരു 7 സീറ്റർ സെഗ്മെൻറ്റിൽ ലൈക്ക് ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടികൾ പൊതുവെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വളരെ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 7 സീറ്റർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നോക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് രൂപേണ എഴുതണം. അപ്പം ഈ വാഹനം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് വാഹനം തന്നിരിക്കുന്ന ലെയ്മേസൺ സിട്രോൺ ആണ്. നമ്മുടെ വെൻപാലവട്ടം, ട്രിവാൻഡ്രത്ത് വെൻപാലവട്ടം NH ബൈപ്പാസിനാണ് ലെയ്മേസൺ സിട്രോൺ വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അവരുടെ മറ്റുള്ള വാഹനങ്ങൾ, അതായത് ബസാൾട്ട് X അതുപോലെ C3X ഇതൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ ഓൾറെഡി കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ഒരു അഭിപ്രായം, ഈ വാഹനത്തെക്കുറിച്ചുള്ള അഭിപ്രായം നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് രൂപയുടെ എഴുതുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാൽ. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.